നമസ്കാരം. ഇക്കഴിഞ്ഞ മെയ് മാസം കോഴിക്കോട് ഗാന്ധി പാർക്കിൽ വെച്ച് ഒരു മാമ്പഴ ഫെസ്റ്റ് നടക്കുകയുണ്ടായി. അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള 4 തരം മാങ്ങകൾ വാങ്ങി. അതിലൊന്നാണ് ഗുദാദത്ത്, മറ്റൊന്ന് നടശാല, ഹിമസാഗർ, നീലം എന്നിവയൊക്കെയായിരുന്നു. പക്ഷെ അത് മുറിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. അതുകൊണ്ട് അത് സാധിച്ചില്ല. ഹിമസാഗറിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ്. ഇത് പുറംതൊലിക്ക് പഴുക്കുമ്പോൾ മഞ്ഞ കളറാണ്, ഉള്ളിൽ ഒരു തരം ക്രീമി കളറാണ്. മധുരമുണ്ട്, ഫ്ലേവറും കുഴപ്പമില്ല. ഇതിൽ നമ്മുടെ ഉളോർമാവയുടെ ഒരു രുചി കയറി വരുന്നുണ്ട്. പക്ഷെ അതുപോലെ സൂപ്പറല്ല, കുഴപ്പമില്ല എന്ന് പറയാം. മറ്റൊന്ന് വാങ്ങിയത് നടശാലയായിരുന്നു. അത് ഈ യൂട്യൂബിൽ നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് വാങ്ങിയത്. പക്ഷേ അത്ര സൂപ്പർ രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മുറിച്ചപ്പോൾ തന്നെ ഉള്ളിൽ മുഴുവൻ പുഴുക്കളായിരുന്നു. പുഴുക്കേടിന് ഒരു പ്രതിവിധി യൂട്യൂബിലൊക്കെ പറയുന്നത് മാമ്പഴം മൂക്കാറാവുമ്പോൾ തന്നെ പറിച്ചെടുത്തിട്ട് തിളച്ച ചൂടുവെള്ളം, അതിൻ്റെ പകുതി പച്ചവെള്ളം ചേർത്ത് ഉപ്പും ഇട്ട് 5 മിനിറ്റ് നേരം വെള്ളത്തിൽ മുക്കി വെക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുട്ടകളൊക്കെ നശിച്ചു പോകുമെന്നും പുഴുക്കേട് ഉണ്ടാവില്ലെന്നുമാണ് പറയുന്നത്. ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ വാങ്ങിയ മറ്റൊരു മാമ്പഴം ഗുദാദത്താണ്. തൂക്കം നോക്കാം. $855 ഗ്രാം. നല്ല വലിപ്പമുണ്ട് കേട്ടോ. കയ്യിലൊന്നും ഒതുങ്ങി കിട്ടൂല. നമ്മുടെ ഒരു ചെറിയ നാളികേരത്തിൻ്റെ വലിപ്പം തന്നെ ഉണ്ട്. കുറച്ച് കൂടുതൽ പഴുത്തു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. തൊലിക്ക് കയ്പില്ല, നല്ലോണം പഴുത്തിട്ടുണ്ട്. വാങ്ങുമ്പോൾ നല്ല പച്ച നിറമായിരുന്നു, നല്ല ഉറപ്പുണ്ടായിരുന്നു. 2 ദിവസം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് റാക്കിൽ വെച്ചപ്പോൾ നല്ലോണം പഴുത്തു. മുറിക്കാം. കൂടുതലും പഴുപ്പ്, അണ്ടിക്ക് തീരെ വലിപ്പമില്ല. ഇത് ജ്യൂസിന് പറ്റിയ മാമ്പഴമാണ്. ഗുദാദത്ത് നല്ല മധുരമുണ്ട്, അതിനനുസരിച്ചുള്ള പുളിയുമുണ്ട്. രണ്ടും ഈക്വലാണെന്ന് പറയാം. നല്ലവണ്ണം പഴുത്ത ഈ അവസ്ഥയിൽ പകുതി പുളിയുണ്ടെങ്കിൽ അതിനു മുമ്പത്തെ പഴുക്കാത്തൊരവസ്ഥയിൽ നല്ല പുളിയായിരിക്കും ഇത്. എന്നാലും ഫ്ലേവർ കുഴപ്പമില്ല എന്ന് പറയാം. അച്ചാറിടാനൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നു.